മറ്റന്നാൾ പഠിപ്പിക്കുകയും ചെയ്യും. നാളെ ഞായറാഴ്ച ഉണ്ട്. ഈ കാണുന്നതെല്ലാം നമ്മളുടെ ഈ സ്കൂൾ 64ാമത് സ്കൂൾ കലോത്സവത്തിന്, കേരള സ്കൂൾ കലോത്സവത്തിന് വന്ന വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞു കേട്ടോ. ഇവിടെ എല്ലാം പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഫുള്ളായിരിക്കുകയാണ്. റോഡിലൊക്കെ ആണെങ്കിലും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ പാർക്കിംഗ് ഏരിയയും കാര്യമൊക്കെയാണ്. എല്ലാം ഗ്രൗണ്ട് നിറഞ്ഞ് വാഹനങ്ങൾ കിടക്കുകയാണ്. കണ്ടോ, ഇത് നമ്മളുടെ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്, ഗ്രൗണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് മുഴുവൻ കേട്ടോ ഫുള്ള് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് നടുക്ക് ഇതിലെ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ അങ്ങ് കാണുന്നതാണ് നമ്മുടെ നമ്മുടെ വേദി, കലോത്സവ വേദി. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ഒരെണ്ണം അതാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ ഈ ഗ്രൗണ്ടിൽ വേദി ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു വേദിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച വേദിയിൽ നിന്ന് വേറൊരു വേദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പ്രോഗ്രാമിന് കുറച്ച് ടൈമുണ്ട്. കാരണം അവിടെ ആ സ്റ്റേജിൽ പരിപാടി ആരംഭിക്കാൻ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വേറൊരു ഹാളാണ്. നോക്ക്, ഇവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്ത്, എല്ലാം സ്കൂട്ടർ പാർക്ക് ചെയ്യാനായിട്ട് ഒരു ഏരിയ, കാറ് പാർക്ക് ചെയ്യാനൊരു ഏരിയ, ബസ് പാർക്ക് ചെയ്യാനൊരു ഏരിയ, അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ടാറിട്ട റോഡുണ്ടല്ലോ, മെയിൻ വഴികൾ, അത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. കാരണം അതിലെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനും വരാനും പോകാനും ഒക്കെ. അപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടക്കുകയാണ്. ചെണ്ടയുടെ മേളമൊക്കെയാണ് കേൾക്കുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ വേദിയിൽ നടക്കുന്നത് ഇരുള നൃത്തം എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ വിശേഷമാണ് ഇപ്പോൾ കാണുന്നത്.
സുഹൃത്തുക്കളെ, ഞാൻ തൃശ്ശൂരാണ്, സ്റ്റാൻഡിലാണ്, KSRTCയിലാണ് കേട്ടോ. തിരിച്ചു പോവുകയാണ്. 64ാമത് സ്കൂൾ കലോത്സവം കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ്. അപ്പം ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്യുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്ന ബസ്സാണ്, അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ സ്റ്റാൻഡിലൊക്കെ നിറച്ചും ആളുകൾ അറിഞ്ഞു നിൽക്കുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള തിരക്ക്. രണ്ടാമത്തെ കാര്യം, ഇവിടെ സ്കൂൾ കലോത്സവം നടക്കുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റാൻഡ് പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇരിക്കാനൊക്കെയുള്ള പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ വണ്ടിക്ക് പുറകെ കാണുന്നതാണ്. നമ്മൾ പണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ഇരിക്കുന്നതോ നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കുന്നതുമായൊക്കെ സ്ഥലം അവിടെ ആയിരുന്നു. അപ്പോൾ അത് പൊളിക്കുകയാണ് കണ്ടോ. JCB ഒക്കെ ഉപയോഗിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ പരിമിതിയുണ്ട്, എല്ലാത്തിനും പരിമിതിയുണ്ട്, ഇരിക്കാനും മറ്റു കാര്യങ്ങൾക്കും. അപ്പം ജനങ്ങളൊക്കെ ഒരുപാട് സ്റ്റാൻഡിൽ തന്നെയാണ് തടിച്ചു കൂടി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ തൃശ്ശൂർ സ്റ്റാൻഡിലാണ്. അപ്പം നമ്മുടെ സ്കൂൾ കേരള സ്കൂൾ യുവജനോത്സവം കാണാനായിട്ട് വന്നതാണ്, കലോത്സവം കാണാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ ഭയങ്കര തിരക്കാണ്. കാരണം ഇപ്പം ഒന്നാമത്തെ കാര്യം, സ്റ്റാൻഡ് നന്നാക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു പരിമിതിയൊക്കെ ഇപ്പോൾ സ്റ്റാൻഡിനുണ്ട്. ഇപ്പം വർക്ക് നടക്കുകയാണ്. പഴയ കെട്ടിടം കണ്ടോ, അതൊക്കെ പൊളിക്കുകയാണ്, കണ്ടില്ലേ, JCB വെച്ച് പൊളിക്കുന്നു. പിന്നെ ഇവിടെ ആൾക്കൂട്ടമൊക്കെ ഇങ്ങനെ പുറത്ത്, ഇപ്പോൾ ഇരിക്കാനൊന്നും സൗകര്യമൊക്കെ ഒത്തിരി കുറവാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് എന്താണ്, ഈ ബസ് കാത്ത് നിൽക്കുന്നവരാണിത്. കാരണം സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ തൃശ്ശൂർ വന്നു പോയി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാൻഡിലും എല്ലാം വളരെ തിരക്കാണ് കേട്ടോ, വളരെ തിരക്കാണ്. അപ്പം ഞാൻ ബസ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ആ ബസ് നോക്കി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ വരുന്നവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ടോയ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്, അടിപൊളി സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ വളരെ ക്ലീനായിട്ടും ഒക്കെ നല്ല അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ വൃത്തിയുണ്ട്, നല്ല ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ സന്തോഷം. പിന്നെ ഈ പറഞ്ഞ കണക്ക് എല്ലായിടത്തും നല്ല ലൈറ്റ്സും കാര്യങ്ങളും വഴിയൊക്കെ നല്ല, എല്ലായിടത്തും തന്നെ നടന്നു പോകാനുള്ള നടപ്പാതയൊക്കെ വളരെ കൃത്യമായിട്ട് ലൈറ്റും കാര്യങ്ങളും ഒക്കെ വെച്ച് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പോലീസിൻ്റെ നിരീക്ഷണമുണ്ട്, CCTV ക്യാമറ നിരീക്ഷണങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സെക്യൂരിറ്റിയോടുകൂടിയുള്ള നല്ല പരിപാടിയാണ്. ഇങ്ങനെ ആളുകൾ പല സ്ഥലത്തുകൂടി ഇങ്ങനെ ഓരോ വേദിയിലേക്ക് വരികയാണ്, കണ്ടില്ലേ, ഇങ്ങനെ പാസ് ചെയ്യണം. എല്ലായിടത്തും നിറഞ്ഞ ആളുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്റ്റേജിൽ പരിപാടികൾ കാണാനായിട്ട് 1, 2, 3 സ്റ്റേജ്, ഇങ്ങനെ പല സ്റ്റേജുകളുണ്ട്.
12 സ്റ്റേജ് ഉണ്ടെന്നാണ് 25 സ്റ്റേജ് ഉണ്ടെന്നാണ് പറഞ്ഞു. 25 കേട്ടോ. അപ്പോൾ ഇതുപോലെ ആൾക്കാർ ഇപ്പോൾ ഓരോ സ്റ്റേജ് എന്താണ് നടക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കലാപരിപാടികൾ കാണാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യുന്നതാണ്. ചിലർ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, അങ്ങനെ ഒരു വലിയ ക്രൗഡാണ്. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിലാണ്, നമ്മുടെ ഗ്രൗണ്ടിലാണ്. ഗ്രൗണ്ടിൽ 3 സ്റ്റേജാവുള്ളൂ കേട്ടോ. 3 സ്റ്റേജിൽ, ആ 3 സ്റ്റേജിൽ ഇപ്പം പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വരുന്നവർ അപ്പുറത്തെ സ്റ്റേജിലോട്ട് പോകുന്ന വഴിയാണ്. ഞാനിപ്പം പോകുന്നത് വേറൊരു സ്ഥലം. അപ്പോൾ ഇഷ്ടമുള്ള പ്രോഗ്രാം ആളുകൾക്ക് ഇഷ്ടമുള്ളത് നോക്കി കാണാം. പിന്നെ മൊത്തം 25 സ്റ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൂടാതെ ഈ വട്ടത്തുള്ള സ്കൂളുകളൊക്കെ ഓരോ സ്റ്റേജായിട്ട് അവർ അറേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ടൗണിലുള്ള സ്കൂളുകളൊക്കെ ഓരോ സ്റ്റേജുകളാക്കി മാറ്റുകയാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ 3 സ്റ്റേജാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ വേറൊരു സ്ഥലത്തായ മതി. ഇവിടെയൊക്കെ കണ്ടില്ലേ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര ആളുകളാണ്. ഇതാ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. നമ്മുടെ ടെമ്പിളിൻ്റെ ഫ്രണ്ടാണ്. വേറെ തേടിക്കുന്ന കടകളുണ്ടോ? സ്റ്റേജിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണിത്. ശ്രദ്ധിക്കുക, മാവിന് സമീപം നിൽക്കുന്ന കാഴ്ചക്കാർ പിറകിൽ ഇരിക്കുന്നവർക്ക് കൂടി പരിപാടി കാണാൻ സാധ്യമാകുന്ന തരത്തിൽ നിന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളവിടെ
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം, ശുഭരാത്രി.